ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. വറ്റ മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് ചാറോട് കൂടി ഇച്ചിരി നല്ല കട്ടിക്കുള്ള ചാറോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കപ്പയുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനായിട്ട് ഞാനൊരു 750 ഗ്രാം വറ്റ മീൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-20 കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8-10 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുളകിൻ്റെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മുളകിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിങ്ങനെ വെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് ഇത് മുളക് പൊടി കരിഞ്ഞു പോകുമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 4 കഷ്ണം കുടംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചാറിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് ഇതുപോലെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ മീനെല്ലാം നല്ലതുപോലെ വെന്ത് വരും. നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ മൂടി വയ്ക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ചേർത്ത് മൂടി വയ്ക്കരുത്. കുറച്ചൊന്ന് തുറന്ന് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ രീതിയിലൊന്ന് നമുക്കൊരു 10-15 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. കറിയൊക്കെ ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അതാണ് ടേസ്റ്റ്. അതുപോലെ മീൻകറി വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഉടനെ കൂട്ടരുത്. ഒരു 4-5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കൂട്ടുകയാണ് നല്ലത്. എപ്പോഴും ഇന്നുണ്ടാക്കിയ മീൻകറി നാളേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ നല്ല മീൻകറി റെഡി ആയി കഴിഞ്ഞു. ഇത് ഒരു പിറ്റേ ദിവസം കൂട്ടാനാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മീൻകറി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മീൻകറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഓർക്കണേ. അപ്പോൾ ഇനി മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്